എന്തേലും പറഞ്ഞു പോയേ. ഇനി ആരാ പാട്ട്? ഏതാ? ആ, ഇവിടുത്തെ എല്ലാം കഴിഞ്ഞാ എൻ്റെ പൈസ പറഞ്ഞു കണ്ടിട്ട് അടി. സുറുമയെഴുതിയ മിഴികളെ, പ്രണയമധുര തേൻ തുളുമ്പും സൂര്യകാന്തി പൂക്കളെ, സുറുമയെഴുതിയ മിഴികളെ. ജനിച്ചുപോയി മനുഷ്യനെ, ജനിച്ചുപോയി മനുഷ്യനായി ഞാൻ, ജനിച്ചുപോയി എനിക്കുമിവിടെ ജീവിക്കേണം മരിക്കുവോളം, ഒരു നാൾ മരിക്കുവോളം. ഇതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്, ഓരോരുത്തരുടെ മനുഷ്യൻ്റെ മനസ്സാ. ഇപ്പം ഞാൻ പാടും. ഇപ്പം 1000 മുഖങ്ങൾ ഞാൻ കണ്ടു, 1000 പൊയ്മുഖങ്ങളായിരുന്നു, 1000 സ്വപ്നങ്ങൾ ഞാൻ കണ്ടു, 1000 വിരഹങ്ങളായിരുന്നു. എല്ലാ മനുഷ്യന്മാരെയും ഇവിടെ പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലതന്നെ. കണ്ണ് കാണുന്നില്ലേ, ചെവി കേൾക്കുന്നില്ലേ, ശ്വസിക്കുന്നില്ലേ, രുചി അറിയുന്നില്ലേ, സംസാരിക്കാൻ പറ്റും, എല്ലാവരും ഒരു. പക്ഷെ നമ്മളെ ചിന്തയാണ് നമ്മളെന്താക്കുന്നത്, നമ്മളെ ഒന്നുമല്ല ഉണ്ടാക്കുന്നത്. നമ്മൾ നല്ല ചിന്തിച്ചാൽ നമുക്ക് നല്ലതേ വരും. അതാണ് എൻ്റെ ജീവിതത്തിൽ പ്രേംകുമാർ വടകര എന്നുള്ള ഞാൻ മനസ്സിലാക്കിയ വലിയ സത്യത. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മളതാണ്. അത് തന്നെയാണ് ബുദ്ധനും പറഞ്ഞിരിക്കുന്നത്. നമ്മളെന്ത് നല്ല ചിന്തിക്കുക, പ്രതികാരവും അസൂയയും പകയും ഇതാണെങ്കിൽ ഇതിന് എനിക്ക് ജീവിതത്തിൽ ചാവുകൾ ഇത് തന്നെ ഉണ്ടാവുക. അപ്പോൾ ഞാനൊക്കെ നല്ല സ്വർഗത്തിൽ ജീവിക്കുന്നില്ല എനിക്ക് തോന്നുന്നത്, അതെൻ്റെ തോന്നലാന്നേ, ജീവിതത്തിൽ തോന്നല. അടുത്ത പാട്ടാരാ ഉണ്ടാ? നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മധുപകരു മലർച്ചൊരിയു അനുരാഗ പൗർണമിയേ, നീ മായല്ലേ മറയല്ലേ നീല നിലാവൊളിയേ, നീ മധുപകരു മധുചൊരിയു അനുരാഗ പൗർണമിയേ. നിർത്താവാ? അത് പാടില്ല, അത് കിട്ടുക, അത് പറഞ്ഞ കാര്യമില്ല. എന്നോടിപ്പോൾ ഒരു പാട്ട് പാടാൻ പറഞ്ഞു, അത് യേശുദാസിനെ ഞാൻ പഠിപ്പിച്ച പാട്ടാണ്, പക്ഷേ എനിക്ക് പാടാനാവില്ല ഇപ്പോൾ. അങ്ങനെ ഉണ്ട്, അതങ്ങനെ ചില കാര്യങ്ങളുണ്ട്, ചില പാട്ട് നമുക്ക് പാടാൻ പറ്റില്ല. ആ ശരി, ആ അപ്പം നിർത്താം അല്ലേ? നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രികേ, ഞാൻ രചിച്ചരരരന്തില വരാമൽ വന്ന എൻ ദേവി. സത്യ എൻ്റെ പാട്ട് പറഞ്ഞു. ഉല എന്നുള്ള പേരിട്ട് തന്നെ, ഉല നല്ല പേര്. ഉല ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും? ഉല എന്നുള്ള പേര് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഇവിടെ? ഉല എന്നുള്ള പേര് ഇഷ്ടപ്പെടാത്ത ആളാ? എന്താ കാരണം? അത് ശരി, ആ ശരി, എന്നാ അതിന് സമ്മാനം. എന്നാ നല്ല പേരാ, നല്ല പേര് കൊടുത്തേക്ക്. ആ അതെ, അത് ശരി, അത് ശരി. ആ വലിയ എനിക്ക് തരുമെന്ന് മറന്നു പറയാം, വലിയ സമ്മാനം. ശരി, അത് വേറെ കാര്യം. അപ്പോൾ നിർത്താൻ തോന്നില്ലേ? ഇനി ആരെങ്കിലും ഒരു പാട്ടൊന്നും പാടണ്ടല്ലോ. ആ സത്യൻ്റെ പാട്ട് പറ. അത് വേറെ വല്ലാത്തൊരു പാട്ടായിരിക്കും. ഏതാ? അതെൻ്റെ ഇഷ്ടമുള്ള, എൻ്റെ ഇഷ്ടഗാനം കൂടി അത്. ഇപ്പം അങ്ങനെ നിർത്താം. അതിപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കേണ്ട പാട്ടാത്. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം
ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, നമുക്കിനിയൊരു ജന്മം കൂടി. നമുക്ക് എന്ന് പാടി ചോദിച്ചാൽ എൻ്റെ വയ്യറ് മതി കീർത്തരി. എനിക്ക് നല്ല പാട്ട് ഞാൻ നമുക്ക് എന്നാ പാടുക. എനിക്ക് എന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. ഏതൊരു വേദിയിൽ ഞാൻ നമുക്ക് എന്ന് പാടിയിട്ട് തന്നെ ഒരാൾ ചീത്ത പറയാൻ വന്നാൽ, ചീത്ത പറയാൻ 91 വിളിച്ചതല്ലേ, പിന്നെ ഒരു വളരെ ഒരു സ്നേഹത്തോടെ മാഷെ എങ്ങനത്തെ തെറ്റ് പാടുന്നു, എനിക്ക് നല്ല വയലാർ എഴുതിയത്. ഞാൻ പറഞ്ഞു നമുക്ക് ആദ്യ ആൾ എഴുതിയത് കൊട്ടാരം വിൽക്കാനുണ്ടെന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് നാക്കിയാണ്, പ്രേംനസീറിന് വേണ്ടി ആക്കിയാണ്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെയുള്ള കുറേ ഇഷ്ടകാര്യങ്ങൾ പറയാനുള്ളവർ ഈ വേദിയിൽ തന്നെ പറയണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പറയാനുള്ളതൊന്നും അവസരം ഉണ്ടാവില്ല. അത് വേറെ ടൈപ്പ്, അത് വൈകുന്നേരം പാടേണ്ട പാട്ടാണ്. ഈ മനോരാ അത് പാടാ. ഓർമ്മകളേ കൈവളച്ചാർത്തി വരൂ വിമുഖമിവേദിയിൽ, ഏതോ ശോകാന്തരാഗം ഏതോ ഗന്ധർവൻ പാടുന്നു. ഓർമ്മകളേ കൈവളച്ചാർത്തി വരൂ വിമുഖമിവേദിയിൽ, ഈ മനോഹര ഭൂമിയിലെ ജന്മമില്ലല്ലോ സുഹൃത്തെ ആസ്വദിക്കുക ഈ സുഹൃത്തെ. ചുറ്റും ബന്ധുക്കൾ, ശത്രുക്കളല്ല ബന്ധുക്കളല്ല. അത് ഞാൻ വത്സരത്തിനൊരു അടിയും തക്കുന്ന, ചുറ്റും ശത്രുക്കളല്ല ബന്ധുക്കൾ തന്നെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ വാർഷികത്തിൻ്റെ ആശയത്തെ ഇനിയും നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പിടിയും ഉണ്ടാക്കാണ്ട് തുറന്നു പോട്ടെ. പറയാനുള്ളത് നേരിട്ട് പറയുക, പറയാനുള്ളത് ഇപ്പം തന്നെ പറയുക. വാട്സാപ്പ് കൂടി ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പിലുള്ള വേർതിരിവ് ഉണ്ടാക്കരുത്. പറയേണ്ടവർ പറയേണ്ട നേരത്ത് പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറയുക, തെറ്റുകൾ തിരുത്തുക, മുന്നോട്ട് പോവുക. ആശംസ. എൻ്റെ ഒരു പാട്ട് പറ. ഇവൻ ഇത്രയും നമ്മളിപ്പോൾ രേഖപ്പെടുത്തിയ ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പാട്ട് പാടിക്കൊടുക്കുക എന്തായാലും. ശരി. എല്ലാവരെയും നമ്മൾ മാനിക്കണ്ടേ? നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ക്യാമറയുടെ അടുത്തിരിക്കുകയല്ലേ. അപ്പം നമ്മൾ മരിച്ചു പോയാൽ ഇതല്ലേ അവസാനം ബാക്കിയുണ്ടാവുക. ഈശ്വരനെ തേടി ഞാൻ നടന്നു, കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു, അവിടെയുമില്ലെവിടെയുമില്ലേശ്വരൻ, വിജനമായ ഭൂവിലുമില്ലീശ്വരൻ. എവിടെയാണീശ്വരൻ്റെ കാൽപ്പാടുകൾ, മണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. എവിടെയാണീശ്വരൻ്റെ സുന്ദരാനനം, വിണ്ണിലൊക്കെ ഞാൻ തേടി കണ്ടില്ല. കണ്ടില്ലെന്നോതിയോതി കാനനച്ചോല കുണുങ്ങിയോടി, കാണില്ലെന്നോതിയോതി കിളികൾ പറന്നു പോയി. അവസാനമെന്നിലേക്കു ഞാൻ തിരിഞ്ഞു, ഹൃദയത്തിനുള്ളിലേക്കു ഞാൻ കടന്നു. അവിടെയാണീശ്വരൻ്റെ വാസം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം, സ്നേഹമാണീശ്വരൻ്റെ രൂപം. ആ സ്നേഹത്തിൻ്റെ നേർക്കാഴ്ചയാണ് ഇവിടെ. ഇതുപോലത്തെ പരിപാടി നമുക്ക് ഇടയ്ക്കിടയ്ക്കെല്ലാം നടത്താം, ഒരാഴ്ചയെല്ലാം നടത്താം. നിങ്ങളാരും വിളിച്ച് എന്നെയോ ഈ സംഘാടകർ വിളിച്ചു പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂം കുത്തിരിഞ്ഞ് ഇഷ്ടത്തോടെ പഴയ ഇഷ്ടമുള്ള ഗാനങ്ങളൊക്കെ പാടി 2 മണിക്കൂർ ചിലവഴിക്കാം. എന്നെ വിളിച്ചാൽ ഞാൻ പൈസ തന്നാൽ മതി. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, ഈ സ്നേഹമാണ് പ്രേമേട്ടൻ. ഹൃദയം കൊണ്ടാണ് സംസാരിച്ചത് പ്രേമേട്ടൻ. കയ്യടിക്കും പറയുമ്പോൾ ചിലപ്പോൾ പ്രേമേട്ടൻ ചീത്ത പറയും. എന്തായാലും നല്ലൊരു കയ്യടി പ്രേമേട്ടന്. യെസ്, ഓക്കെ. ഇനി നമ്മൾ മറ്റൊരു ഔപചാരികമായ ചടങ്ങിലേക്ക് കടക്കുകയാണ്.
പൂക്കള മത്സര വിജയികൾക്കുള്ള തിരുവോണ നാളിൽ നടന്ന പൂക്കള മത്സര വിജയികൾക്കുള്ള സമ്മാനദാന ചടങ്ങാണ്. അതിൽ 3 പേർക്ക് സമ്മാനവും ഒരു പ്രോത്സാഹന സമ്മാനവുമാണ് ഉള്ളത്. കുടുംബത്തോടൊപ്പം തന്നെ സ്റ്റേജിലേക്ക് വരണം. കുടുംബത്തോടൊപ്പം വന്ന് സമ്മാനം ഏറ്റുവാങ്ങണം. അത് നൽകുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട കടത്തനാടിൻ്റെ പുണ്യം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രേമേട്ടൻ തന്നെയാണ് സമ്മാനദാനം നൽകുന്നത്. അത് നിർവഹിക്കുന്നതിന് വേണ്ടി പ്രേമേട്ടനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ശ്രീ സുരേഷ് കുഞ്ഞിക്കട്ടിയൻ ഫാമിലിയാണ് പൂക്കള മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത്. ശ്രീ സുരേഷ് കുഞ്ഞിക്കട്ടിയൻ ഫാമിലി, സുരേഷ് കുഞ്ഞിക്കട്ടിയൻ ഫാമിലി പൂക്കള മത്സര വിജയികൾ. പ്രിയപ്പെട്ടവരെ, കയ്യടിക്ക് മതിയാണ്. ഒരു നല്ല കയ്യടി എല്ലാവരും, മസിൽ പിടുത്തപ്പെട്ടുള്ള കയ്യടി. അടുത്തതായി 2ാം സ്ഥാനം നേടിയിരിക്കുന്നത് സുരേഷ് ബാബു ഇ എൻ ഫാമിലിയാണ്. ശ്രീ സുരേഷ് ബാബു ഇ എൻ ഫാമിലി, കുടുംബത്തോടൊപ്പം വേദിയിലേക്ക് സ്വാഗതം. സുരേഷ് ബാബു എൻ ഫാമിലി പൂക്കള മത്സരത്തിൽ 2ാം സ്ഥാനം. പൂക്കള മത്സരത്തിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കുന്നു ശ്രീ മുരളി പഴങ്കാവൻ ഫാമിലി. മുരളി പഴങ്കാവൻ ഫാമിലിയെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മുരളി പഴങ്കാവ് ആൻഡ് ഫാമിലി. പൂക്കള മത്സരത്തിൽ പ്രോത്സാഹന സമ്മാനം നേടിയിരിക്കുന്നത് ശ്രീ വിനോദ് എഡോഡി ആൻഡ് ഫാമിലിയാണ്. ശ്രീ വിനോദ് എഡോഡി ആൻഡ് ഫാമിലിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ വിനോദ് എഡോഡി ആൻഡ് ഫാമിലി.